അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 22 മുതൽ നാം ഇപ്രകാരം വായിക്കുന്നു. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിൽ ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. വിശുദ്ധ ഡോൺ ബോസ്കോയെ പോലെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുവാൻ ദൈവം നിയോഗിച്ചവരാണ് ഓരോ സലീഷ്യൻ വൈദികരും. വർഷങ്ങൾക്ക് മുൻപ് 1989 റെക്ടർ തോമസ് അച്ഛനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് ഒരു സെമിനാരി വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ അച്ഛനെ അറിയുക. അപ്പോൾ വളരെ അച്ചടക്കവും സ്നേഹ സമ്പന്നനും സൗമ്യശീലനുമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ആ വ്യക്തിത്വത്തിന് യാതൊരു കോട്ടവും തട്ടാതെ സ്നേഹ സമ്പന്നതയും ആ സൗമ്യശീലവുമെല്ലാം അച്ഛനെപ്പോഴും കാത്തു സംരക്ഷിക്കുന്നു. ഒരു പുരോഹിതൻ എന്ന നിലയിൽ കർത്താവിന്റെ മുന്തിരിത്തോപ്പിലെ ഒരു നല്ല ഇടയൻ, ആ ഇടയന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഇടയന്റെ സ്നേഹ സാന്നിധ്യം അനുഭവിച്ചറിയുന്നത് പോലെയും അച്ഛനിൽ നിന്നും സ്നേഹവും പ്രോത്സാഹനവും അംഗീകാരവും ലഭിക്കുന്നതിന് നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. അത് പി.ഡിയെ സംബന്ധിച്ചിടത്തോളം ഡോൺ ബോസ്കോ പള്ളുരുത്തിയിൽ വർഷങ്ങളോളം ജോലി ചെയ്തു. അതേ രീതിയിലുള്ള പ്രവർത്തനം തിരുവനന്തപുരത്ത് വീണ്ടും തിരിച്ചിവിടെ കലക്ടറായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന്റെയും ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അച്ഛനെന്ന് പറയുമ്പോൾ അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇരിക്കൂല. എല്ലാ നേരം പിള്ളേരുടെ ഒപ്പം കറങ്ങി നടന്ന് പിള്ളേർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതിന്റെ പുറകെ നടക്കുന്ന ഒരാളാണ് അച്ഛൻ. ഞങ്ങളുടെ 10ന്റെ അഡ്മിഷൻ എടുത്തായിരുന്ന പോലും അച്ഛൻ കിടന്ന ഓട്ടമാണ് അച്ഛൻ്റെ ഒരു. One of the good qualities that I have noticed in you is that you are very jovial and you love everyone, especially the children of Don Bosco Pallurthi. And at the same time, you know when you should demand from them and when you should be strict with them. And I think this is one of the basic qualities that a person should have to be a successful one in a place like Pallurthi. And I am very happy that I spent almost 1 year with you, learning many qualities from you, such as this. പി.ഡി ചെന്നപ്പോൾ എനിക്ക് ഒത്തിരി ഹാപ്പിയൊക്കെ ആയി. പിന്നെ അച്ഛൻ വന്നിട്ടാണ് എൻ്റെ പഠന കാര്യങ്ങൾ നല്ലപോലെ പോകാൻ സാധിച്ചത്. അച്ഛനാണെങ്കിൽ എന്നെ ഹൈറ്റ് ചേർത്ത് എൻ്റെ പല വിഷമഘട്ടങ്ങളിലും അച്ഛനാണ് എന്നെ സഹായിച്ചത്. ഒരു ചേട്ടനെ പോലെയാണ് വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു അച്ഛനായിരുന്നു. അതിനുശേഷം ഒരു 10-12 വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ അവധിക്ക് ഞാൻ വീണ്ടും ഡോൺ ബോസ്കോ പള്ളുരുത്തിയിൽ വളരെ സന്തോഷത്തിൽ വന്നപ്പോൾ പി.ഡിച്ചനായിരുന്നു നമ്മുടെ ഹൗസിന്റെ ഡയറക്ടറായിട്ട്. അപ്പോഴും ഈ പഴയ എന്തൂസിയാസം ഇതുവരെ കെട്ടണിഞ്ഞ് പോലെ അച്ഛൻ കണ്ടെത്തി. അച്ഛനെ കളിയൊന്ന് മാറി പിടിച്ചതേ ഉള്ളൂ. വോളിബോളിൽ നിന്ന് ബാസ്കറ്റ് ബോളിലോട്ടൊന്നും മാറി. പക്ഷേ ഇപ്പോഴും കുട്ടികളുടെ കൂടെ ഞങ്ങളുടെ ഈ മക്കളുടെ കൂടെ കട്ടക്കി പിടിച്ച് നിൽക്കുന്ന ഒരു കളിക്കാരനായിട്ടാണ് കണ്ടത്. അതുപോലെ തന്നെ അച്ഛന്റെ ആ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്വഭാവം ഇപ്പോഴും അതേപടി തന്നെ നിലനിർത്തുകയാണ്. ആ യൂത്ത് എപ്പോഴും അച്ഛനിൽ നിലനിർത്തുന്നുണ്ട്. നമ്മളെന്ത് തെറ്റ് കാണിച്ചാലും ക്ഷമിക്കുകയും അതിനുള്ള പരിഹാരം കണ്ടുപിടിക്കുകയും ചെയ്യും. ഇത് നല്ലൊരു മനസ്സാണ്. കഴിവ് തെളിയിക്കാൻ വേണ്ടി അച്ഛൻ വളരെയേറെ പ്രാക്ടീസുകളൊക്കെ ഇവിടെ തരുന്നുണ്ട്. അച്ഛനോട് നല്ലൊരു അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛനിൽ കണ്ടിരിക്കുന്ന ഒരു നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് അച്ഛനൊരു നല്ല സുഹൃത്താണ്. എന്തൊരു ആവത്ഘട്ടങ്ങളിലും അച്ഛനോട് നമുക്ക് എന്തും ഷെയർ ചെയ്യാം. അച്ഛൻ അതിനുവേണ്ട ഒരു പ്രതിവിധി കണ്ടെത്താറുണ്ട്. അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വർഷക്കാലം അച്ഛൻ എന്നോട് കാണിച്ച സഹോദരത്തുല്യമായ സ്നേഹം എല്ലാം എനിക്ക് എന്റെ ജീവിതത്തിൽ മറന്നുകൂടാനാവാത്തതാണ്. അച്ഛനൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ പിള്ളേരെ എല്ലാം നല്ല രീതിയിൽ പഠിപ്പിക്കാനും പല കാര്യങ്ങളും ചെയ്യും. ഒത്തിരി വർക്കിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് അച്ഛൻ. പക്ഷെ എന്നാലും അച്ഛൻ്റെ ആ ടെൻഷനൊന്നും അച്ഛൻ്റെ മുഖത്ത് ഒരിക്കലും കാണുന്നില്ല. അത് ഞങ്ങളെ ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അത്ര എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും അച്ഛൻ ഒരാൾ മുന്നിൽ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ക്യാരക്ടർ മാറി ആ വേറൊരാളുടെ ആവശ്യം എന്താണോ അതൊക്കെ മനസ്സിലാക്കി പെരുമാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ അത് ഞങ്ങൾ അഡാപ്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ അത് പി.ഡി തോമസ് അച്ഛൻ വളരെ അനുഗ്രഹമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഈ ഡോൺ ബോസ്കോ പള്ളുരുത്തി വന്ന ശേഷം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും കെയർ ചെയ്യുന്നതും അത് പി.ഡി തോമസ് അച്ഛനാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനെന്തോ ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്തോ വയ്യാതായ സമയത്ത് എനിക്കൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ അച്ഛനും റെക്ടറായ മാത്യുവിനും റീതാനും കൂടിയാണെന്ന് തോന്നുന്നു എൻ്റെ വീട്ടിൽ വന്ന ഒരു കുപ്പി ഹോർലിക്സുമായിട്ട് എന്നെ കാണാൻ വന്നു. അതെനിക്ക് വളരെ സർപ്രൈസിങ്ങും അതേസമയം ഇച്ചിരി നാണക്കേടുമായിരുന്നു. ഇതാണ് ഇപ്പം പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്നത്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്.
പി.ഡി. തോമസ് അച്ഛനിൽ ഒരു നല്ല ലോമേനയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു ലേമേൻ എന്നതിന് പകരം ഒരു ലോമേനയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ലോമേൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിയമത്തിന്റെ വശങ്ങളെല്ലാം വ്യക്തമായി അച്ഛനാണ്. ഒരു കാര്യം എങ്ങനെ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അത് അച്ഛന് വ്യക്തമായിട്ടുണ്ട്. ഇത് എനിക്ക് പലപ്പോഴും അനുഭവവേദ്യമായിട്ടുണ്ട്. ഞാൻ പല സംശയങ്ങളുമായി അച്ഛനെ സമീപിച്ചപ്പോൾ അച്ഛൻ വളരെ കൃത്യവും വ്യക്തവുമായ ഉത്തരങ്ങളാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. പി.ഡി. അച്ഛനുമായി ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം അച്ഛനുമായിട്ട് എന്നെ ഭയങ്കര കമ്പനിയായിരുന്നു. പിന്നെ അച്ഛനെ കുറിച്ച് വലിയ പറയാനായൊന്നും എനിക്ക് വാക്കുകൾക്ക് കൊടുത്തൊന്നുമില്ല. ഒരുപാട് സന്തോഷമുണ്ട് അച്ഛൻ്റെ കൂടെ ഡോൺ ബോസ്കോ സ്നേഹഭവൻ പ്രോജക്റ്റിൽ ഈ കാലയളവിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ. ഡോൺ ബോസ്കോ ഫാമിലിയിൽ വന്ന് ഇവിടുത്തെ ഒരു മെമ്പർ ആവുകയും പി.ഡി.സിനൊക്കെ പരിചയപ്പെട്ടിട്ട് 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വന്ന് ഞാൻ ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ട് സിങ്കായി വരാൻ അച്ഛൻ ഒരുപാട് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. 2.5 കൊല്ലം കഴിഞ്ഞു. അത് കഴിഞ്ഞ അച്ഛൻ വന്നെങ്കിലും അച്ഛനുമായിട്ട് അധികം ഇതില്ല, എന്നാലും സംസാരിക്കലൊക്കെ നല്ലൊരു ഇതാണ്. അച്ഛൻ്റെ ഒരു ചിരിയൊക്കെ മതി നമുക്കൊരു സ്നേഹം കിട്ടുന്ന ഒരു ഇതാണ്. ഞങ്ങളുടെ ഫേസിൽ തന്നെ ഒരു ചെറിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ പോലും അച്ഛനോട് മനസ്സിലാക്കി എടുക്കാനുള്ള അങ്ങനെ ഒരു ഇത്രയൊരു ലവിങ് ആയിട്ടുള്ള ഒരു ഇടപെടലാണ് അച്ഛൻ ഞങ്ങളോട്. സ്റ്റാഫ് എന്നുള്ള രീതിയിലല്ല അച്ഛൻ ഞങ്ങളുടെ ഇടപെട്ടുള്ളത്. 2017 മുതൽ 2022 വരെ എനിക്ക് തോമസ് അച്ഛൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം എന്ന കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചെടുത്തത് അച്ഛനിൽ നിന്നാണ്. അച്ഛൻ ഇവിടെ പള്ളുരുത്തി ഡോൺ ബോസ്കോയുടെ ബഹുമാനപ്പെട്ട റെക്ടറായി ചുമതലയേറ്റ അന്നു മുതൽ എനിക്ക് അച്ഛനുമായിട്ട് അടുത്ത് ഇടപഴകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അധികാരത്തിന്റെ ജാടകളൊന്നുമില്ലാതെ എല്ലാവരോടും, അത് കുട്ടികളായിക്കൊള്ളട്ടെ സ്റ്റാഫ് ആയിക്കൊള്ളട്ടെ, എല്ലാവരോടും അച്ഛൻ തുല്യ ബഹുമാന ആദരവുകളോടുകൂടി സംസാരിക്കുന്നതാണ്, ഇടപഴകുന്നതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ജന്മദിന ആഘോഷിക്കുന്ന തോമസ് അച്ഛന് 1000 ജന്മദിന ആശംസകൾ. Many happy returns of the day. അച്ഛന് എൻ്റെ പെരുന്നാൾ ആശംസകൾ. I wish you a very happy and blessed birthday. Many happy returns. And I'm wishing you, Father, a very happy returns of the day. ഇവിടുത്തെ മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളോടും കുട്ടികളോടും ഒത്തുചേർന്ന് അച്ഛന് ജന്മദിനത്തിന്റെ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുന്നു. ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടേഴ്സിന് എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു. അച്ഛൻ്റെ ബിഗ് ഡേ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഡിയർ ഫാദർ, ഐ വാണ്ട് ടു വിഷ് യു വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. തോമസ് അച്ഛന് ജന്മദിനത്തിന്റെ 1000 ആശംസകൾ പ്രാർത്ഥനാപൂർവ്വം നേർന്നു. ജന്മദിനം ആഘോഷിക്കുന്ന തോമസ് അച്ഛന് ഏറെ സ്നേഹത്തോടുകൂടി ജന്മദിനത്തിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ജന്മദിനത്തിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും നേർന്നു. വിഷ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ജന്മദിനം ആഘോഷിക്കുന്ന പി.ഡി. അച്ഛന് എന്റെ എല്ലാവിധ ജന്മദിന ആശംസകളും. അത് പി.ഡി. തോമസിന് ജന്മദിനങ്ങൾ ആശംസിക്കുന്നു. ജന്മദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു. All the best for your 49 years of serving children, or 49 years of life to serve these children. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി അച്ഛനൊരു അധികാരി എന്നുള്ളതുപരി ഇവിടെ കടന്നുപോയ ഒരു വിഷമ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് അച്ഛനൊരു അപ്പനും ചിലപ്പോൾ ഒരു സഹോദരൻ എന്ന രീതിയിലാണ് കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കാൻ അച്ഛൻ ഇനി ഒത്തിരി അവസരങ്ങൾ ദൈവം തരട്ടെയും ആരോഗ്യവും ആയുസ്സും അവരോട് വർക്ക് ചെയ്യാനും ഈ ലോകത്തിൽ വേദനിക്കുന്നവരിൽ നന്മ കണ്ടുകൊണ്ട് നല്ലൊരു മഹത്തായ കാര്യം ചെയ്യുവാൻ ദൈവത്തിന്റെ ഒത്തിരി കൃപകളും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദിക പദവിയിലേക്ക് വിളിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം എന്റെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും, നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ എന്റെ പ്രഥമ ദിവികളിൽ അനുസ്മരിക്കുന്നതാണ്. സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹവും പരിപാലനയും എന്നും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും.